അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയിനാ മുഹമ്മദ്. പ്രിയമുള്ള ശ്രോതാക്കളെ, അറബി ഭാഷാ പഠനത്തിൽ ദുറൂസുൽ ലുഗത്തുൽ അറബിയ്യ ലിഗൈരി നാതിഖീന ബിഹ എന്ന ടെക്സ്റ്റിലെ അദ്ദർസു സാനി അഷർ 12ാമത്തെ ചാപ്റ്ററിലെ ആദ്യത്തെ തംരീനാണ് ഇൻഷാ അല്ലാഹ് നമുക്കിന്ന് എടുക്കാനുള്ളത്. പാഠഭാഗത്ത് വന്ന നിയമങ്ങളെ, പ്രയോഗങ്ങളെ ഒന്നുകൂടെ പ്രാക്ടിക്കലാക്കുക എന്നുള്ളതാണ് തമാരീനിലൂടെ ലക്ഷ്യമാക്കുന്നത് എന്നുള്ളത് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുന്നു. ഒന്നാമത്തെ ചാപ്റ്റർ അഥവാ അദർസുസാനി അഷറയിലെ ഒന്നാമത്തെ തംരീനിലേക്ക് നമുക്ക് പ്രവേശിക്കാം. തമാരീൻ: ഇഖ്റ വക്തുബ്, റീഡ് ആൻഡ് റൈറ്റ്, അല്ലേ? വായിക്കുകയും ചെയ്യണം, എഴുതുകയും ചെയ്യണം. ഇവിടെ ഈ ഒരു തംരീനിലൂടെ എന്താണ് നമ്മൾ മനസ്സിലാക്കിയത് എന്നത് എന്ത് ചെയ്യുന്നു? ഒന്നും കൂടെ വിലയിരുത്തുകയാണ്. ശരിയായ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് തിരിച്ചറിയാണ്. കൈഫ ഹാലുക യാ അബീ, കൈഫ ഹാലുക യാ അബീ എന്താണ് അർത്ഥം? ആരെയാണ് വിളിക്കുന്നത്? ഉപ്പയെയാണ് വിളിക്കുന്നത്, അല്ലേ? ഉപ്പയെയാണ് എന്ത് ചെയ്യുന്നത്? വിളിക്കുന്നത്. യാ അബീ, അപ്പോൾ ഉപ്പ പുരുഷനാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ് ഉപയോഗിച്ചിട്ടുള്ളത്? കൈഫ ഹാലുക യാ അബീ, കൈഫ ഹാലുക യാ അബീ. എന്നാൽ അതേ സമയത്ത് ഇവിടെ നോക്കൂ നിങ്ങൾ, ഇവിടെ വന്ന പ്രയോഗം ഏതാണ്? യാ ഉമ്മി എന്നാണ്. ഉമ്മ ആരാണ്? സ്ത്രീയാണ്. അപ്പൊ ഇവിടെ എങ്ങനെ വന്നു? കൈഫ ഹാലു ക എന്ന് പറയോ? ഇല്ല. കൈഫ ഹാലുക്കി യാ ഉമ്മി, കൈഫ ഹാലുക്കി യാ ഉമ്മി. ഇവിടെ യാ എന്ന് പറഞ്ഞാൽ വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഹർഫാണത്. യാ എന്ന് പറയുന്നത് ഹർഫ് മുനാദ, മുനാദയുടെ വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ശൈലിയാണ് യാ. യാ അല്ലാ എന്നാണ് വിളിക്കുക, അല്ലേ? യാ അല്ലാ എന്ന് പറയില്ലേ? എന്ന പോലെ അതിൻ്റെ ശേഷം വരുന്നതിന് പറയുന്ന പേരാണത് മുനാദ എന്നാണ് പറയുക. അപ്പോൾ യാ ഉമ്മീ എന്ന് പറയുമ്പോൾ ഇവിടെ ഉമ്മീ എന്നുള്ളത് മുനാദയാണ്. അഥവാ ആരെയാണോ വിളിക്കുന്നത് അതിനാണെന്ന് പറയാം മുനാദ എന്ന് പറയുന്നത്. യാ അബീ എന്നാണെങ്കിൽ ഏതാണ് ഇവിടെ മുനാദ? അബീ എന്നുള്ളതാണ്, ഉപ്പ എന്നുള്ളതാണ്. അപ്പം ഇവിടെ മുനാദയെ നോക്കി ആരെയാണോ നമ്മൾ വിളിക്കുന്നത് എന്നതിനെ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അവിടെ എന്ത് പ്രയോഗിക്കണം എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നത്? പിന്നെ നോക്കുന്നത്. അപ്പോൾ കൈഫ ഹാലു ക എന്ന് വേണോ, കൈഫ ഹാലു കി എന്ന് വേണോ എന്ന് എപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക? വിലയിരുത്തുക. ആരെ വിളിക്കുന്നു. അപ്പോൾ ആണിനെയാണെങ്കിൽ എന്താണ്? കൈഫ ഹാലു ക. അപ്പോൾ കൈഫ ഹാലു ക യാ അബി. പെണ്ണാണെങ്കിലോ കൈഫ ഹാലു കി എന്നാണ്. അപ്പോൾ ഉമ്മയാണ് ഇവിടെ. അപ്പോൾ കൈഫ ഹാലു കി യാ ഉമ്മി എന്നാണ് പറയേണ്ടത്. ശരി, അടുത്ത് നോക്കൂ. മൂന്നാമത്തേത് ഐന, ഐന ബുനു, ഐന ബുനു. എന്താ അവിടെ വേണ്ടത്? യാ സൈ. അപ്പോൾ സൈനബിലേക്ക് നോക്കണം. അപ്പോൾ യാ സൈനബ്, സൈനബ്. അപ്പോൾ ഐന ബുനുക്കി യാ സൈനബു, അല്ലേ? ഐന ബുനുക്കി യാ സൈനബു, സൈനബേ നിന്റെ കുട്ടി എവിടെയാണ് എന്നതാണ്. അപ്പോൾ ഉത്തരം ദഹബ ഇലൽ മസ്ജിദ്. അവൻ എവിടെ പോയി? ദഹബ ഇലൽ മസ്ജിദ്, അവൻ പള്ളിയിലേക്ക് പോയി. ദഹബ ഇലൽ മസ്ജിദ്. അപ്പോൾ നേരത്തെ ടെക്സ്റ്റിൽ ദഹബത്ത് എന്ന പ്രയോഗമായിരുന്നു വന്നിരുന്നത്, ഇവിടെ ദഹബ എന്നുള്ള പ്രയോഗം. അപ്പോൾ മകൻ എവിടെയാണ്, മകൻ എവിടെയാണ് എന്ന് ചോദിച്ചപ്പോൾ വന്നത് എന്താണ്? ദഹബ ഇലൽ മസ്ജിദ്. അപ്പോൾ ഈ ദഹബ ഇലൽ മസ്ജിദ് എന്നതിൽ നമ്മൾ ദഹബ എന്നതിന് സാധാരണഗതിയിൽ പോയി എന്നാണ് പറയാറുള്ളത്. ദഹബ പോയി എന്നാണ്. പക്ഷെ ദഹബ എന്ന് ഒറ്റയ്ക്ക് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ഹുവ എന്നതുണ്ട്. അപ്പോൾ ഹുവ ദഹബ, അവൻ പോയി എന്നതാണ് ഇതിൻ്റെ അർത്ഥം. ദഹബ. അപ്പോൾ ഇവിടെ ദഹബ ഇലൽ മസ്ജിദി,
പിന്നെ അവൻ പള്ളിയിലേക്ക് പോയി എന്ന് പ്രത്യേകിച്ച് എടുത്തു പറയാൻ അവിടെ ഹുവ എന്ന് ഉപയോഗിക്കേണ്ടതില്ല. കാരണം ദഹബ ഇലൽ മസ്ജിദി എന്ന് പറയുന്നതോടുകൂടി തന്നെ അവൻ പള്ളിയിലേക്ക് പോയി എന്ന അർത്ഥം അതിലൂടെ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഐനബിനുക്കി യാ സൈനബു, എന്തുകൊണ്ടാണ് നമ്മൾ ഐനബിനുക്കി എന്ന് പറഞ്ഞത്? പറയാൻ കാരണം സൈനബാണ്, സൈനബ് പെണ്ണാണ്, അതുകൊണ്ട് തന്നെ പെണ്ണിനെ വിളിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് ഐനബിനുക്കി യാ സൈനബു. ഉത്തരം ദഹബ ഇലൽ മസ്ജിദ്, അവൻ പള്ളിയിലേക്ക് പോയി എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ശരി, നാലാമത്തെ നോക്കൂ, ആമിനനെയാണ് വിളിക്കുന്നത്. ഐന ഐന ബിന്തു ഐന ബിന്തു ക കി, ഏതാ വേണ്ടത്? ഐന ബിന്തു കിയ ആമിനത്തു, ഐന ബിന്തു കിയ ആമിനത്തു, ആമിന നിന്റെ പെൺകുട്ടി എവിടെയാണ്? അപ്പോൾ അവിടെ എന്താണ്? ദഹബത്തിയിൽ മദ്രസ, അവൾ മദ്രസയിലേക്ക് പോയി. അപ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ട്? പെൺകുട്ടി എവിടെയാണ്, അതിൻ്റെ ഉത്തരം പറയുമ്പോൾ എന്താണ്? ദഹബത്തിയിൽ മദ്രസത്തി, ആ ദഹബത്തിൽ അവൾ എന്ന് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ദഹബത്തിയിൽ മദ്രസത്തി, അവൾ മദ്രസയിലേക്ക് പോയിരിക്കുന്നു, അവൾ മദ്രസയിലേക്ക് അഥവാ സ്കൂളിലേക്ക് പോയിരിക്കുന്നു. ഇനി അതല്ല ദീനി മദ്രസയാണെങ്കിൽ ദീനി മദ്രസയിലേക്ക് പോയിരിക്കുന്നു. ശരി, അഞ്ചാമത്തെ നോക്കൂ, ലിമൻ ഹാദിഹി സാഅത്തുൽ ജമീല, ലിമൻ ഹാദിഹി സാഅത്തുൽ ജമീല, ഈ ഭംഗിയുള്ള വാച്ച് ആരുടേതാണ്? ഈ ഭംഗിയുള്ള വാച്ച് ആരുടേതാണ്? ലിമൻ ഹാദിഹി, ഹാദിഹി ഇതാരുടേതാണ് അല്ലേ? അവിടെ ലിമൻ ഹാദിഹി സാഅത്തുൽ ജമീല, ഈ ഭംഗിയുള്ള വാച്ച് ആരുടേതാണ്? അഹിയലക്കിയ ഫാത്തിമത്തു, അഹിയലക്കിയ ഫാത്തിമ, ഫാത്തിമ അത് നിന്റേതാണോ? അഹിയലക്കി അത് നിന്റേതാണോ ഫാത്തിമ? നഅം, അവർ പറയാം നഅം ഹിയലി, അതെ അത് എൻ്റേതാണ്. നഅം ഹിയലി, അതെ അത് എൻ്റേതാണ്. ശരി, അടുത്ത നോക്കൂ, ആറാമത്തേത്, അഹാദ ഖലമുക യാ മുഹമ്മദ്, അഹാദ ഖലമുക യാ മുഹമ്മദ്, എന്താണ്? മുഹമ്മദിനെയാണ് വിളിക്കുന്നത് അല്ലേ? മുഹമ്മദിനെ വിളിക്കുകയാണ്. അഹാദ ഖലമുക യാ മുഹമ്മദു, ഇവിടെ മുനാദ ഏതാണ്? മുഹമ്മദാണ് അല്ലേ? മുഹമ്മദേ അഹാദ ഖലമുക, ഇത് നിന്റെ പേനയാണോ? ലാ, കോമയിട്ടിട്ട് ലാ, ഹാദ ഖലമുക അൻത, ഇത് നിന്റെ പേനയാണ്. ഹാദ ഖലമുക അൻത, ഹാദ ഖലമുക അൻത, ഇത് നിന്റെ പേനയാണ്. യെസ്, അടുത്തത് എന്താണ്? തിൽക സയ്യാറത്തുൽ ജമീലത്തുല്ലത്തി ഖറജത്തിൽ ആന മിനൽ മദ്റസത്തി ലിൽ മുദീർ. വലിയൊരു സെന്റൻസ് ആണ്, പേടിക്കൊന്നും വേണ്ട. ഇതൊക്കെ നമുക്ക് പ്രയോഗിച്ച് ഇതുപോലെ ഇതിലും വലിയ സെന്റൻസുകൾ ഉണ്ടാക്കാൻ തീർച്ചയായും ഈ ടെക്സ്റ്റ് ബുക്ക് നമ്മെ സഹായിക്കുക തന്നെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ തിൽക സയ്യാറത്തുൽ ജമീല, തിൽക അത് നമ്മൾ പഠിച്ചത് ഓർമ്മയുണ്ടല്ലോ. ദാലിക അത് ആണാണെങ്കിൽ പുരുഷനെയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ ദാലിക, എന്നാൽ അകലെയുള്ള സ്ത്രീയാണ് സൂചിപ്പിക്കുന്നതെങ്കിലോ തിൽക്ക എന്നാണ് ഉപയോഗിക്കുക അല്ലേ? തിൽക സയ്യാറത്തുൽ ജമീല, ആ ഭംഗിയുള്ള കാറ്. തിൽക സയ്യാറത്തുൽ ജമീല അല്ലത്തി, അഥവാ നമ്മൾ പറഞ്ഞു മൗസൂലയുടെ അല്ലത്തി ഖറജത്തിൽ ആൻ, ഇപ്പോൾ പുറപ്പെട്ടതായ. അപ്പോൾ ഇപ്പോൾ പുറപ്പെട്ടതായ ആ ഭംഗിയുള്ള കാറ് എവിടുന്നാ പുറപ്പെട്ടെ? മിനൽ മദ്റസത്തി, മദ്രസയിൽ നിന്നും. അപ്പോൾ മദ്രസയിൽ നിന്നും ഇപ്പോൾ പുറപ്പെട്ടതായ ആ കാറ് ലിൽ മുദീരി, അത് മുദീറിൻ്റെതാണ്, അത് മാനേജറുടേതാണ്. അപ്പോൾ നോക്കൂ നിങ്ങൾ ഒന്നും കൂടെ, അത് തന്നെ നമുക്കൊന്നും കൂടെ ഒന്ന് നോക്കാം. എന്താണ് അതിൽ വന്നിട്ടുള്ളത്? തിൽക സയ്യാറത്തുൽ ജമീല, തിൽക സയ്യാറത്തുൽ ജമീല, ആ ഭംഗിയുള്ള കാറ്. അല്ലത്തി ഖറജത്തിൽ ആൻ, ഇപ്പോൾ പുറപ്പെട്ടതായ എവിടെ? മിനൽ മദ്റസത്തി, മദ്രസയിൽ നിന്നും ഇപ്പോൾ പുറപ്പെട്ടതായ ആ കാറ് ലിൽ മുദീരി, അത് മുദീറിൻ്റെതാണ്. അപ്പം അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം? ഇപ്പോൾ മദ്രസയിൽ നിന്നും പുറപ്പെട്ടതായ ആ കുട്ടി അത് മുദീറിൻ്റെ കുട്ടിയാണ് പറയാൻ കഴിയണം. ഇപ്പോൾ മദ്രസയിൽ നിന്നും പുറപ്പെട്ടതായ ബസ് സ്കൂളിൻ്റെ ബസ്സാണ് എന്ന് നമുക്ക് പറയാൻ കഴിയണം. അതൊക്കെ ഈ ഒരു പ്രയോഗം നമ്മൾ ആവർത്തിച്ച് വായിച്ച് അതൊന്ന് എഴുതി
ഒന്ന് നോക്കുകയാണ് എങ്കിൽ ഇതിലും വലിയ സെൻറ്റൻസുകൾ നമുക്ക് ഇൻഷാ അല്ലാ ബിഇദ്നില്ലാ നമുക്കുണ്ടാക്കുവാൻ കഴിയും. ശരി, അടുത്തത് നോക്കൂ. എട്ടാമത്തേത്, അഅൻത മുഹന്ദിസുൻ യാ അഖീ. അഅൻത മുഹന്ദിസുൻ യാ അഖീ. സഹോദര, നീ ഒരു എഞ്ചിനീയർ ആണോ? അഅൻത, നീയാണോ? നീയാണോ? മുഹന്ദിസ് എന്ന് പറഞ്ഞാൽ അഅൻത മുഹന്ദിസുൻ, നീ ഒരു എഞ്ചിനീയർ ആണോ? യാ അഖീ, സഹോദര, എൻ്റെ സഹോദര, നീ ഒരു എഞ്ചിനീയർ ആണോ? ലാ അന ത്വബീബുൻ. ലാ, അല്ല, ഞാൻ ആരാണ്? ഞാൻ ഡോക്ടറാണ്. ഞാൻ ഡോക്ടറാണ്. എന്നാൽ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് ചെറിയൊരു വ്യത്യാസമുണ്ട്. ഈ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത് എട്ടാമത്തേത് അഅൻത മുഹന്ദിസുൻ യാ സയ്യിദി എന്നാണ്. അഅൻത മുഹന്ദിസുൻ യാ സയ്യിദി. അപ്പോൾ ഇവിടെ അഹി എന്നതിന് പകരം അവിടെ സയ്യിദി എന്നാണ് കൊടുത്തത്. സയ്യിദ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഓരോ സന്ദർഭങ്ങളിൽ അതിന് അർത്ഥ വ്യത്യാസങ്ങൾ വരാറുണ്ട്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. സയ്യിദ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സർ എന്നതാണ് സയ്യിദ് എന്നതിൻ്റെ അർത്ഥം. ഇവിടെ ഉദ്ദേശിക്കുന്നതാണ് സർ, സയ്യിദ്. അപ്പോൾ ഇവിടെ അഅൻത മുഹന്ദിസുൻ യാ സയ്യിദി, ടെക്സ്റ്റ് ബുക്കിലുള്ളത് അഅൻത മുഹന്ദിസുൻ യാ സയ്യിദി, സർ, നിങ്ങളൊരു എഞ്ചിനീയർ ആണോ? ലാ അന ത്വബീബുൻ. അപ്പോൾ അഹി എന്നതിന് പകരം അവിടെ കൊടുത്തത് സയ്യിദി എന്നാണ്. സയ്യിദി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? സർ എന്നാണ്. ലാ അന ത്വബീബുൻ, അല്ല, ഞാൻ ആരാണ്? ഞാൻ ഒരു ഡോക്ടറാണ്. ഒമ്പതാമത്തെ നോക്കൂ. ഒമ്പതാമത്തേത് അഅൻതി ത്വബീബത്തുൻ യാ ഉഖ്തി എന്നാണ് PDF-ലുള്ളത്. എന്നാൽ ടെക്സ്റ്റ് ബുക്കിൽ അഅൻതി ത്വബീബത്തുൻ യാ സയ്യിദത്തി. അപ്പോൾ സയ്യിദത്തി എന്ന് പറഞ്ഞാലോ, സയ്യിദ് എന്നതിൻ്റെ സയ്യിദ് എന്നതിൻ്റെ മുഅന്നസാണ് സയ്യിദത്ത്. സയ്യിദത്തി എന്ന് പറഞ്ഞാൽ മേഡം എന്നതാണ്. അഅൻതി ത്വബീബത്തുൻ യാ സയ്യിദത്തി, സർ അല്ലെങ്കിൽ മേഡം, നിങ്ങളൊരു ഡോക്ടറാണോ? ലാ അന മുദരിസത്തുൻ, അല്ല, ഞാനൊരു മുദരിസത്താണ്. മുദരിസത്ത്, ഞാനൊരു ടീച്ചറാണ്, ഞാനൊരു അധ്യാപകനാണ്. അപ്പോൾ ഈ ഒരു വ്യത്യാസം കൂടെ നമ്മൾ ചേർത്ത് മനസ്സിലാക്കുക. രണ്ടാണെങ്കിലും ഉദ്ദേശിക്കുന്നത് അഅൻത മുഹന്ദിസുൻ യാ അഖി എന്ന് പറഞ്ഞാൽ സഹോദര, നീ എഞ്ചിനീയർ ആണോ? എന്നാൽ അതേ സമയത്ത് അഅൻത മുഹന്ദിസുൻ യാ സയ്യിദി, സർ, നിങ്ങൾ എഞ്ചിനീയർ ആണോ? ലാ അന ത്വബീബുൻ, അല്ല, ഞാൻ ഡോക്ടറാണ്. അഅൻതി ത്വബീബത്തുൻ യാ ഉഖ്തി എന്നാൽ സഹോദരി, നിങ്ങളൊരു ഡോക്ടറാണോ? അവിടത്തിന് പകരം അഅൻതി ത്വബീബത്തുൻ യാ സയ്യിദത്തി, മാഡം, നിങ്ങൾ ഡോക്ടറാണോ? ലാ അന ലാ അന മുദരിസത്തുൻ, അല്ല, ഞാൻ ആരാണ്? ഞാനൊരു അധ്യാപികയാണ് എന്നതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഏത് രീതിയാണെങ്കിലും അർത്ഥം നോക്കി നമ്മൾ ചേർത്ത് അത് മനസ്സിലാക്കുക. ആ രൂപത്തിലൂടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. ശരി, അഅൻതി ത്വബീബത്തുൻ യാ ഉഖ്തി. അഅൻതി ത്വബീബത്തുൻ യാ ഉഖ്തി, സഹോദരി, നീ ഒരു ഡോക്ടറാണോ? ലാ അന മുദരിസത്തുൻ, അല്ല, ഞാൻ ആരാണ്? ഞാനൊരു ടീച്ചറാണ്, ഞാനൊരു അധ്യാപികയാണ്. അപ്പോൾ ഈ ഒമ്പതോളം പ്രയോഗങ്ങളിലൂടെ നമ്മൾ എന്ത് ചെയ്തു? ഇതുപോലെയുള്ള സെൻറ്റൻസുകൾ നമുക്കുണ്ടാക്കുവാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു എന്നതാണ് നമ്മെ ഏറെ സന്തോഷിപ്പിക്കുന്നതായിട്ടുള്ള കാര്യം. ഒന്ന് നോക്കൂ, ഇതുപോലെയുള്ള സെൻറ്റൻസുകൾ നമുക്കുണ്ടാക്കാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കൂ. ഒന്നാമത്തേത് എന്താണ്? കൈഫ ഹാലുക യാ അബി, അല്ലേ? എന്ന പോലെ സഹോദരനോട് നമ്മൾ ചോദിച്ചു നോക്കി, കൈഫ ഹാലുക യാ അഖി, ചോദിച്ചൂടെ? കൈഫ ഹാലുക യാ ഉസ്താദി, ചോദിച്ചൂടെ? ഉമ്മയോടാണെങ്കിൽ എങ്ങനെ പറയാ? കൈഫ ഹാലുക യാ ഉമ്മി. എങ്കിൽ സഹോദരിയോടാണെങ്കിൽ എങ്ങനെ പറയും? കൈഫ ഹാലുക യാ ഉഖ്തി, കൈഫ ഹാലുക യാ ബിൻതി. പെൺകുട്ടികളോട്, മകളോടാണെങ്കിൽ അങ്ങനെ പറയാം. കൈഫ ഹാലുക യാ ഉസ്താദത്തി, ചോദിച്ചൂടെ? ഇങ്ങനെ നമുക്ക് പ്രയോഗങ്ങൾ. അതുപോലെ തന്നെ ഐന ബുനുക്കി യാ സൈനബു, ഐന ബുനുക്കി യാ സൈനബു. ഉപ്പയോടാണെങ്കിൽ നിങ്ങളുടെ സഹോദരൻ എവിടെ? നിങ്ങൾ ചോദിക്കുക, ഐന അഖൂക യാ അബി, ഐന അഖൂക യാ അബി, ചോദിച്ചൂടെ? നിങ്ങളുടെ മകൻ എവിടെ എന്ന് ചോദിക്കുക, ഐന ബുനുക യാ അബി, ചോദിച്ചൂടെ? ചോദിക്കാം, അല്ലേ? മാത്രമല്ല അവൻ പോയി, അവൻ മക്കയിലേക്ക് പോയി എന്നെങ്ങനെ പറയാം? ദഹബ ഇലാ മക്ക,
മദീനയിലേക്ക് പോയി എന്നിങ്ങനെ പറയാം ദഹബ ഇല മദീന. അവൻ റിയാദിലേക്ക് പോയി എന്നിങ്ങനെ പറയാം ദഹബ ഇല റിയാദ്. അപ്പോൾ ആ പ്രയോഗങ്ങളൊക്കെ നമ്മുടേതായി മാറി. ഇനി നോക്കൂ നിങ്ങൾ, ഐന ബിൻതുക്കി യാ ആമിനത്തു. ആമിന, നിന്റെ പെൺകുട്ടി എവിടെയാണ്? അപ്പം ഉമ്മ ചോദിച്ചൂടെ നിന്റെ കുട്ടി എവിടെയാണ് എന്ന് ഒരു പെണ്ണിനോട്, നിന്റെ ഒരു പെണ്ണിനോട് ചോദിക്കാൻ എങ്ങനെ ചോദിക്കാം നമുക്ക്? ഐന തിഫ്ലുക്കിയ, ഐന തിഫ്ലുക്കിയ ബിൻതി, ഐന തിഫ്ലുക്കിയ ബിൻതി ചോദിച്ചൂടെ? ഐന തിഫ്ലുക്കിയ ഉമ്മി ചോദിക്കാം, ഐന തിഫ്ലുക്കിയ ഉഖ്തി എന്നിങ്ങനെ നമുക്ക് ചോദിക്കാം. അവർ പോയി മദ്രസയിലേക്ക് പോയി എന്നെങ്ങനെ പറയാം? അവൾ മദ്രസയിലേക്ക് പോയി. ദഹബത്തീലൽ മദ്രസ. ഹോസ്പിറ്റലിലേക്ക് പോയി എന്നെങ്ങനെ പറയാം? ദഹബത്തീലൽ മുസ്തഷ്ഫ. പള്ളിയിലേക്ക് പോയി എന്നെങ്ങനെ പറയാം? ദഹബത്തീലൽ മസ്ജിദ്. ഇങ്ങനെയുള്ള ഈ പേന, ഈ ഭംഗിയുള്ള പേന ആരുടേതാണ്? എങ്ങനെ അറബിയിൽ ചോദിക്കുക? ലിമൻ ഹാദൽ ഖലമുൽ ജമീൽ. ഈ പേന ആരുടേതാണെന്ന് ഇങ്ങനെ ചോദിക്കുക? ലിമൻ ഹാദൽ ഖലം. ഈ പുസ്തകം ആരുടേതാണെന്ന് ഇങ്ങനെ ചോദിക്കുക? ലിമൻ ഹാദൽ കിതാബ്. ഈ വീട് ആരുടേതാണെന്ന് ഇങ്ങനെ ചോദിക്കുക? ലിമൻ ഹാദൽ ബൈത്ത്. അത് നിൻ്റെതാണോ എന്നിങ്ങനെ ചോദിക്കുക? അഹിയലക്, അഹിയലക്. അത് ഏതാണ് ഉദ്ദേശിക്കുന്നത്? പെണ്ണാണ് എന്നുണ്ടെങ്കിൽ അഹിയലക്, ഒരു ആണ് വസ്തുവിനെയാണ്. കിതാബാണെങ്കിൽ അഹുവലക്, അത് നിൻ്റെതാണോ എന്ന് ചോദിച്ചൂടെ? ഇങ്ങനെ നമ്മൾ പ്രയോഗിക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ നമ്മളിവിടെ മനസ്സിലാക്കിയത്, ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മൾ മനസ്സിലാക്കിയത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരാളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അവരോട് ചോദ്യങ്ങൾ ചോദിക്കാൻ. എന്താണ്? ആണാണെങ്കിൽ അവിടെ നമ്മളൊരു ശൈലിയും, പെണ്ണാണെങ്കിൽ മറ്റൊരു ശൈലിയുമാണ്. ആ പെൺ വിഭാഗത്തോടുള്ള അഭിസംബോധന രീതിയാണ് നമ്മളിവിടെ ഹാലുക്കി എന്ന പ്രയോഗങ്ങളിലൂടെ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അസ്സലാമു അലൈക്കി എന്ന പ്രയോഗങ്ങളിലൂടെ ഒരു സ്ത്രീയോട് എങ്ങനെയാണ് നമ്മൾ സംസാരിക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ബാക്കി ഭാഗങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.